ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രേസൽ വെർബ്സ് വിത്ത് ടു മീനിങ്സ്. നമ്മൾ ഫ്രേസൽ വെർബ് എന്തെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു വെർബിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും കൂടെ ചേർന്ന് വരുന്നതാണ് നമ്മളെന്ത് പറയുന്നത്, ഫ്രേസൽ വെർബ്സ് അല്ലേ. ഫ്രേസൽ വെർബ്സ് തന്നെ നമുക്ക് പഠിക്കാൻ പാടാണ് അല്ലേ. ഫ്രേസൽ വെർബ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇന്ന് കൺഫ്യൂസ് വരാതിരിക്കാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ അത് നല്ലതായിരിക്കും. എല്ലാത്തിലും കിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പം നമ്മളന്ന് വേർഡ് മീനിങ് പഠിക്കും, അതിനൊപ്പം ഒരു സെൻറ്റൻസും പഠിക്കും. ഒപ്പം എന്താ, ഒരു ഫ്രേസൽ വെർബ് പഠിച്ചാൽ നമുക്ക് രണ്ട് മീനിങ് കിട്ടും. രണ്ട് മീനിങ് അത് മറക്കാതെ ഓർത്തിരിക്കണം. മനസ്സിലായല്ലോ? നോക്കൂ, നമുക്ക് അധികം സമയം കളയാതെ ഫസ്റ്റ് വേർഡിലോട്ട് പോവാം. ഫസ്റ്റ് വേർഡ് ബ്രേക്കിൻ എന്ന് പറഞ്ഞാൽ എന്താ, ബ്രേക്ക്, പൊട്ടിക്കുക, പൊട്ടിച്ച് അകത്തോട്ട് പോവുക. അപ്പം അകത്തോട്ട് പൊട്ടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ എന്താ, സമ്മതം കൂടാതെ അകത്ത് കിടക്കുന്നതിന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഫോഴ്സ് എൻട്രി, എന്താ, ശക്തി പ്രയോഗിച്ച് അകത്ത് കിടക്കുന്നതിന് നമുക്ക് ബ്രേക്കിൻ എന്ന് പറയാൻ പറ്റും അല്ലേ. അതിനൊരു നമുക്ക് പിക്ചർ നോക്കൂ. ആരോ വീട്ടിൽ വന്നിട്ട് ശക്തിയായിട്ട് ആരോ അകത്ത് അതിക്രമിച്ച് കിടന്നിട്ട് എല്ലാം തട്ടിമറിച്ചിട്ടുണ്ട്, കണ്ടോ? മനസ്സിലായോ? അപ്പം ഇതിനെയാണ് ബ്രേക്കിൻ എന്ന് പറയുന്നത്. അനുവാദമില്ലാതെ അകത്ത് കിടക്കുക, ഫോഴ്സ് എൻട്രി ഓർ എൻ്റർ വിത്തൗട്ട് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സമ്മതമില്ലാതെ അകത്ത് കിടക്കുന്നതിനാണ് ഫോഴ്സ് എൻട്രി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി സംബഡി ബ്രോക്ക് ഇൻ മൈ ഹൗസ് ലാസ്റ്റ് നൈറ്റ്. ഈ സെൻറ്റൻസും കൂടെ നിങ്ങൾ പഠിക്കുക. സംബഡി ബ്രോക്ക് ഇൻ മൈ ഹൗസ് ലാസ്റ്റ് നൈറ്റ്. അപ്പം നമുക്ക് മറക്കാതെ ഓർത്തിരിക്കാൻ പറ്റും ഈ വേർഡ്. ബ്രേക്കിൻ കണ്ട നമുക്ക് സംബഡി ബ്രോക്ക് ഇൻ മൈ ഹൗസ് ലാസ്റ്റ് നൈറ്റ്. ഇനി ഞാൻ പറഞ്ഞു രണ്ട് മീനിങ് ഉണ്ടെന്നല്ലേ. രണ്ടാമത്തെ വേർഡ് മീനിങ് എന്താ, ബ്രേക്കിൻ്റെ ഇൻ്ററപ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റർബാണ്. ഫോട്ടോ നോക്കൂ, ആ കുഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അല്ലേ, വർക്ക് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ബ്രേക്കിൻ എന്ന് പറയുന്നത്. ബ്രേക്കിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്ററപ്റ്റ് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക. മനസ്സിലായല്ലോ? ഡിസ്റ്റർബ് ചെയ്യുക. നോക്കൂ, ഇൻ്ററപ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്. നോക്കൂ, ഹീസ് ബ്രേക്കിംഗ് ഇൻ ഹിസ് വർക്ക്. ഹീസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു വാവ, ബ്രേക്കിംഗ് ഇൻ ഹിസ് വർക്ക്, അത് അവൻ്റെ വർക്കിനെ തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. ഹീസ് ബ്രേക്കിംഗ് ഇൻ ഹിസ് വർക്ക്. മനസ്സിലായല്ലോ? ഇനി ബ്രേക്കപ്പ് എന്താ? ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. എൻ്റെ റിലേഷൻഷിപ്പ്, ഒരു റിലേഷൻഷിപ്പിനെ അവസാനിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ബ്രേക്കപ്പ് നമ്മൾ ഒരു കാര്യം പോയിക്കൊണ്ടിരിക്കുന്ന ബ്രേക്ക് ചെയ്യും, അതിനെ തടസ്സപ്പെടുത്തുക, അതിനെ എന്ത് ചെയ്യുക, എൻഡ് ചെയ്യുക, അവസാനിപ്പിക്കുന്നതിനാണ് നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ബ്രേക്ക് ചവിട്ടത്തില്ലേ, അങ്ങനെ ഓർത്താൽ മതി. ജീവിതത്തിൽ ഒരു ബ്രേക്ക് ചവിട്ടി എന്ന് വിചാരിച്ചാൽ മതി. അപ്പം എൻ്റെ റിലേഷൻഷിപ്പാണ്, എൻ്റെ റിലേഷൻഷിപ്പ്. നോക്കൂ, ദേ ഡിസൈഡഡ് ടു ബ്രേക്കപ്പ്. അവർ എന്ത് ചെയ്തു, അവരുടെ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ തീരുമാനിച്ചു. നോക്കൂ, ദേ ഡിസൈഡഡ് ടു ബ്രേക്കപ്പ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ബ്രേക്കപ്പിൻ്റെ മീനിങ് എന്താ, പൊട്ടിപ്പോവുക എന്നുള്ള അർത്ഥമുണ്ട്. ബ്രേക്കപ്പിന് രണ്ടല്ല, മൊത്തം 3 അർത്ഥമുണ്ട്. ഒന്ന് നമ്മൾ എൻ്റെ റിലേഷൻഷിപ്പ് പഠിച്ചു, രണ്ടാമത്തെ ബ്രേക്കപ്പ് പൊട്ടിപ്പോവുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. നോക്കൂ, പൊട്ടിപ്പോവുക, ടു സെപ്പറേറ്റ് ഇൻ ടു സ്മോളർ പീസസ്. അതിന് പൊട്ടിപ്പോകുന്നതിന് നമുക്ക് ബ്രേക്കപ്പ് എന്ന് പറയാൻ പറ്റും. അതിന് നമുക്ക് ഈസിയാണ്. ദ ബോട്ട് ബ്രോക്ക് അപ്പ് ഓൺ ദ റോക്സ്. ദ ബോട്ട് ബ്രോക്ക് അപ്പ് ഓൺ ദ റോക്സ്. കല്ലിലിടിച്ച് ബോട്ട് തകർന്നു അല്ലേ, അതിനെ നമുക്ക് ബ്രോക്കപ്പ് എന്ന് പറയാം. പിന്നെ എൻ്റെ റിലേഷൻഷിപ്പ് പറയാം ബ്രേക്കപ്പിന്. ഇനി ഒന്നും കൂടെ ഉണ്ട്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നൊരർത്ഥമുണ്ട്, പൊട്ടിച്ചിരിക്കുക. നോക്കൂ, പൊട്ടിച്ചിരിക്കുക, ബ്രേക്കപ്പ്, പൊട്ടിച്ചിരിക്കുക. സ്റ്റാർട്ട് ലാഫിങ് എന്നൊരർത്ഥമുണ്ട്. സ്റ്റാർട്ട് ലാഫിങ്, നമ്മൾ ബ്രേക്കപ്പ് പൊട്ടിച്ചിരിക്കുക എന്ന് പറയില്ലേ. ഇപ്പം ബ്രേക്കപ്പിന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മൂന്നെണ്ണം പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞു? ഒന്ന്, എൻ്റെ റിലേഷൻഷിപ്പ് അല്ലേ, നമ്മുടെ ഒരു റിലേഷനെ പൊട്ടിക്കുക എന്ന് പറയാം അല്ലേ. പൊട്ടിക്കുക എന്നുള്ള വാക്കിൽ പിടിച്ചാൽ മതി. എന്നിട്ടോ വേറെ ബ്രേക്കപ്പ് എന്താ പറഞ്ഞത്, ബ്രേക്കപ്പ് എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ തകരുക എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ മൂന്നാമത്തെ ബ്രേക്കപ്പ് എന്താ, ഇത് പൊട്ടിച്ചിരിക്കുക. അപ്പോൾ മൂന്നിലും പൊട്ടി എന്നുള്ളൊരർത്ഥം വരുന്നുണ്ട്. പൊട്ടിച്ചിരിക്കുക, പൊട്ടിപ്പോവുക, ബന്ധം പൊട്ടിപ്പോവുക, പിന്നെ തകർന്നു പോവുക എന്നുള്ളൊരു പൊട്ടുക, അങ്ങനെയുള്ള അർത്ഥത്തിൽ നമുക്ക് ഇത് മൂന്നും ഓർത്തിരിക്കാൻ പറ്റും. ബ്രേക്കപ്പ് മനസ്സിലായല്ലോ. പൊട്ടിച്ചിരിക്കുക എന്ന് വിചാരിച്ച് ഓർത്താൽ മതി. മനസ്സിലായല്ലോ? ഷീ ക്രാക്ക്ഡ് എ ജോക്ക് ആൻഡ് ദ കിഡ്സ് ബ്രോക്കപ്പ്. ഷീ ക്രാക്ക്ഡ് എ ജോക്ക് എന്ന് പറഞ്ഞാൽ അവളൊരു ജോക്ക് പറഞ്ഞു, അപ്പോഴത്തേനും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ദ കിഡ്സ്, ആ കുഞ്ഞു പിള്ളേർ പൊട്ടിച്ചിരിച്ചു എന്നാണ് പറഞ്ഞത്. ഷീ ക്രാക്ക്ഡ് എ ജോക്ക് ആൻഡ് ദ കിഡ്സ് ബ്രോക്കപ്പ്. ഈ സെൻറ്റൻസും കൂടെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതിയാവും. മനസ്സിലായല്ലോ? കോളോണിനും രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആസ്ക് എന്നൊരർത്ഥമുണ്ട്, ചോദിക്കുക, എന്തെങ്കിലും ചോദിക്കുന്നതിന് നമുക്ക് കോളോൺ പറയാം. അല്ലെങ്കിൽ രണ്ടാമത്തെ മീനിങ് രണ്ടാമത്തെ അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്നാലും കോളോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോദിക്കുക. നോക്കൂ, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും,
ആസ്ക് സംതിങ്, ചോദിക്കുക. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കാനല്ലേ ഫോൺ വിളിക്കുക അല്ലേ, എന്തെങ്കിലും ചോദിക്കാൻ അങ്ങനെ വിചാരിച്ചാൽ മതി. കോൾ ഓൺ എന്ന് പറയുമ്പം ചോദിക്കുക, എന്തെങ്കിലും ചോദിക്കുന്നതിന്. ദ ടീച്ചർ കോൾഡ് ഓൺ മീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ദ ടീച്ചർ കോൾഡ് ഓൺ മീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചർ എന്നോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ദ ടീച്ചർ കോൾഡ് ഓൺ മീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ കോൾ ഓൺ എന്താ? വിസിറ്റ് എ പേഴ്സൺ ആണ്. വിസിറ്റ് എ പേഴ്സൺ, ഏതെങ്കിലും വ്യക്തിയെ വിസിറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? കോൾ ഓൺ എന്ന് പറയാൻ പറ്റും. നോക്കൂ, ഒരാൾ ഒരു ഫ്രണ്ടിനെ വന്നിട്ട് മീറ്റ് ചെയ്യുക, വിസിറ്റ് ചെയ്യുന്നതിനാണ് കോൾ ഓൺ എന്ന് പറയുന്നത്. വിസിറ്റ് എ പേഴ്സൺ. നമ്മൾ ആദ്യത്തെ എന്താ പഠിച്ചേ? കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വിസിറ്റ് എ പേഴ്സൺ. ഇതിന് മുന്നത്തെ എന്താ പഠിച്ചു? ചോദിക്കുക, കോൾ. ഫോൺ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കും അല്ലേ, കോൾ ഓൺ. ഫോൺ കോൾ ചെയ്തിട്ട് ചോദിക്കും എന്ന് വിചാരിക്കുക, അപ്പോൾ കോൾ ഓൺ. അപ്പം ചോദ്യം ചോദിക്കുക. പിന്നെ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്നും ഒരർത്ഥമുണ്ട്. വിസിറ്റ് എ പേഴ്സൺ. നോക്കൂ, ഐ കോൾഡ് ഓൺ മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ കോൾ അറ്റ് വന്ന എന്ത് വരും? കോൾ അറ്റ് വന്നാൽ വിസിറ്റ് എ പ്ലേസ് ആവും കേട്ടോ, അത് മറക്കരുത്. കോൾ അറ്റ് വന്ന വിസിറ്റ് എ പ്ലേസ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഫ്രണ്ടിനെ ഓൺ പറഞ്ഞു, സ്ഥലത്തിന് മുന്നേ അറ്റല്ലേ വരിക, അതുകൊണ്ട് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. സ്ഥലത്തിന് മുന്നേ അറ്റ് വരും. അപ്പോൾ കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് എന്നാണ് അർത്ഥം. ഐ കോൾ അറ്റ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഇവിടെ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ, കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് ആണ്. അപ്പം ഇവിടെ കോൾ ഓൺ നമ്മൾ പഠിക്കുന്നു, രണ്ട് മീനിങ് പഠിക്കാനുള്ളതുകൊണ്ട് ഐ കോൾഡ് ഓൺ മൈ ഫ്രണ്ട്. മനസ്സിലായല്ലോ. ഇനി കട്ടിൻ്റെ അർത്ഥം എന്താ? കട്ട് ചെയ്യുമെന്നാണോ? അല്ല, കട്ട് ചെയ്യുമെന്നല്ല. അതിനർത്ഥം ഇൻ്ററപ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് കയറി ഇൻ്ററപ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? കട്ടിൻ എന്ന് പറയാം. കട്ടിൻ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക. സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയോ ഇൻ്ററപ്റ്റ് ചെയ്യുന്നതിനാണ് കട്ടിൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇൻ്ററപ്റ്റ് വെൻ സ്പീക്കിംഗ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തടസ്സപ്പെടുത്തുന്നതിനാണ് കട്ടിൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഷീ കട്ടിൻ ഓൺ അവർ കോൺവെർസേഷൻ, ഞങ്ങളുടെ കോൺവെർസേഷനെ അവൾ തടസ്സപ്പെടുത്തി, ഇൻ്ററപ്റ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇൻ്ററപ്റ്റ് വെൻ സ്പീക്കിംഗ്, സംസാരിക്കുന്ന സമയത്ത് തടസ്സപ്പെടുത്തി. ഷീ കട്ടിൻ ഓൺ അവർ കോൺവെർസേഷൻ. നോക്കൂ, ഇനി ഒരു കട്ടിനുണ്ട്. കട്ടിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് ഓപ്പറേറ്റിംഗ് എന്നുണ്ട്. കട്ട് ഇൻ സ്റ്റാർട്ട് ഓപ്പറേറ്റിംഗ് എന്നുണ്ട്. സ്റ്റാർട്ട് ഓപ്പറേറ്റിംഗ് ഉണ്ട്. സ്റ്റാർട്ട് ഓപ്പറേഷൻ. നോക്കൂ, എന്തെങ്കിലും ഒരു മെഷീൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് കട്ടിൻ എന്ന് പറയാൻ പറ്റും. നോക്കൂ, സ്റ്റാർട്ട് ഓപ്പറേഷൻ. അത് നമുക്ക് ഒരു മെഷീനെ ഓർത്താൽ മതി, മെഷീനെ പറഞ്ഞാൽ മതി. നോക്കൂ, എമർജൻസി ജനറേറ്റർ എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്നതല്ലേ കട്ടിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് അർത്ഥം. എമർജൻസി ജനറേറ്റർ കറണ്ട് പോയപ്പോൾ തന്നെ ഓണായി ഓപ്പറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അർത്ഥം. എമർജൻസി ജനറേറ്റർ കട്ടിൻ. ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ മതി, എമർജൻസി ജനറേറ്റർ കട്ടിൻ. മനസ്സിലായല്ലോ. ഇനി കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ട് ചെയ്യുക. എന്തെങ്കിലും ഷാർപ്പ് ഉള്ള ഇത് വെച്ചിട്ട്, ഷാർപ്പുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട്, ഉപകരണം വെച്ചിട്ട് അതിന് നമ്മൾ കട്ട് ചെയ്യുന്നതിനാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. നോക്കൂ, ഇതിവിടെ എന്താ? ഇവിടെ ഒരാൾ ചെടികളെയൊക്കെ കട്ട് ചെയ്ത് കളയണം അല്ലേ. നോക്കൂ, റിമൂവ് വിത്ത് സംതിങ് ഷാർപ്പ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുവാണ്. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാണ് അല്ലേ, കട്ട് ചെയ്യുവാണ്. ദ ഗാർഡനർ കട്ട് ഓഫ് അൺവാണ്ടഡ് ബ്രാഞ്ചസ്. പൂന്തോട്ടക്കാരൻ എന്താ ചെയ്തത്? പൂന്തോട്ടം നോക്കുന്ന ആൾ ഈ ആവശ്യമില്ലാത്ത ബ്രാഞ്ചസിനെയൊക്കെ കട്ട് ചെയ്ത്, അത് ഉണങ്ങിയ ബ്രാഞ്ചല്ലേ, അത് ആവശ്യമില്ല, അപ്പോൾ അതിനെ കട്ട് ചെയ്ത് കളയണം. അതിനെയാണ് നമ്മൾ ദ ഗാർഡനർ കട്ട് ഓഫ് അൺവാണ്ടഡ് ബ്രാഞ്ചസ്. മനസ്സിലായല്ലോ. ഇനി ഒരു കട്ട് ഓഫ് ഉണ്ട്. ഇനി എന്താ കട്ട് ഓഫ് എന്ന് പറയുന്നത്? വൈദ്യുതി പോകുമ്പോൾ നമ്മൾ കട്ട് ഓഫ് എന്ന് പറയത്തില്ലേ? ലൈറ്റ് കറണ്ട് പോകുമ്പോൾ നമ്മൾ അതിനെ കട്ട് ഓഫ് എന്ന് പറയത്തില്ലേ? നോക്കൂ, ലൈറ്റ് കട്ട് ഓഫായി, കറണ്ട് പോയി അല്ലേ, അതിനെ നമുക്ക് വേണമെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയാൻ പറ്റും. അപ്പം സ്റ്റോപ്പ് പ്രൊവൈഡിങ്, അതായത് നൽകുന്നത് നിർത്തുന്നതിനെ നമുക്ക് കട്ട് ഓഫ് എന്ന് പറയാം. എന്തെങ്കിലും നിൽക്കുന്നത്. ഒരു കട്ട് ഓഫ് എന്താ? കട്ട് ചെയ്യുന്നത്. ഇതും കട്ട് ഓഫ് എന്താണ്? തരുന്നത് കട്ട് ചെയ്തു, ഇല്ല ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ഇപ്പം അത് കൂടുതലും കട്ട് ഓഫ് വൈദ്യുതിക്കാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കട്ട് ഇന്നെന്ന് പറഞ്ഞാൽ അതാണുണ്ടോ, കട്ട് ഇന്നെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ജനറേറ്റർ ഓണായി, ഓപ്പറേറ്റൻ, അതായത് കറണ്ട് വന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഇവിടെ കട്ട് ഓഫ് എന്ന് പോകുമ്പം കറണ്ട് പോയി എന്നുള്ളൊരർത്ഥം വരും. മനസ്സിലായല്ലോ. സ്റ്റോപ്പ് പ്രൊവൈഡിങ്. ഇലക്ട്രിസിറ്റി വാസ് കട്ട് ഓഫ്, ഇലക്ട്രിസിറ്റി പോയി എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. മനസ്സിലായല്ലോ. ഇലക്ട്രിസിറ്റി വാസ് കട്ട് ഓഫ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.
അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. വേറെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു വെരി മച്ച്. സി യു സൂൺ.